ആദ്യമായിട്ട് 2014 ശേഷം 2024 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നത്. പൊടുന്നനെയായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദേശീയ തലത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് ആ ദൌത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മത്സരിക്കാനുള്ള. അതുകൊണ്ട് ഏറെ സമയം എനിക്കിവിടെ ചിലവഴിക്കാനോ കൂടുതൽ ആളുകളെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല. എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് അഗൈതവുമായി നന്ദിയുണ്ട്. ആദ്യമായിട്ട് അത് അറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, അത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDFന്റെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ അവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ്, നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു. ഇലക്ഷന്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ടുപോയി EDയും CBIയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി. കുറെ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവര് ഒരേ ഒരു പക്ഷത്ത് നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ചു പറയുന്നു. അത് കോർപ്പറേറ്റ് സ്പോൺസേർഡാണ്. ഞങ്ങൾക്ക് പണമില്ലായിരുന്നു, മാധ്യമങ്ങളില്ലായിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, അതുപോലെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളില്ലായിരുന്നു, CRPFും പോലീസും സന്നാഹവും ഇല്ലായിരുന്നു, ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു. ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇലക്ഷൻ തുടങ്ങിയത്. ഞങ്ങളുടെ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. 58 മണിക്കൂർ EDയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു. ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ സല്യൂട്ട് കളിയാക്കി, പപ്പുവാണ്, മോശമാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, ഈ എല്ലാവിധമായിട്ടുള്ള ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങി ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിക്കും, ഉത്തരേന്ത്യയെ പോലെ ആരും കാണില്ല. അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി. ഇന്ത്യയിലെ കോൺഗ്രസുകാർക്ക് ഉണർവ് നൽകിയ ആവേശമായി. പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി. എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന റിസോഴ്സുകൾ വെച്ച് പോരാടി. എന്തായാലും ഇന്നലെ പോലും സംഭവിച്ചത് അമേഠിയിലത്തെ ഞങ്ങളെ കൌണ്ടിംഗ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അമേഠിയിലത്തെ കൌണ്ടിംഗ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം റായ്ബറേലിയിൽ കനൌജ് പോലെയുള്ള ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലീസ് പോയി പോളിംഗ് സ്റ്റേഷനിൽ തന്ന് ഏജന്റുമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു ഇന്നലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ, പിന്നെ കന്യാകുമാരിയിലെ ധ്യാനം, ഇതിനെല്ലാം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വലിയ ഒരു ഹൈപ്പ്. ഞാൻ പറഞ്ഞു വന്ന ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ പോരാടിയത്. എല്ലാവരും പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു ഇത് 2024 എഴുതി തള്ളിയേക്കാൻ. പക്ഷേ എഴുതി തള്ളാവുന്നതല്ല. കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതിന്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി. ഇന്ത്യയിലെ കോൺഗ്രസുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം ഔജ്വലമായ പോരാട്ടമാണ് ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ നടത്തിയത്. ഞങ്ങൾ തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റിസൾട്ടിന് അന്തിമമായ റിസൾട്ട് വരട്ടെ. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ ഇന്ത്യയിൽ ഭരണഘടന മാറ്റാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിലെ അതുപോലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല.
ഇന്ത്യയിലെ ജനങ്ങളെ ഇതുപോലെ ഇ ഡിയെയും CBI വെച്ച് പീഡിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിൽ ജനാധിപത്യം പ്രിവെയിൽ ചെയ്യും. ആ രീതിയിലുള്ള ഒരു ശ്രമത്തിന് കോൺഗ്രസ് അവസാന നിമിഷം വരെ പോരാടി. ഇനിയും അത് പോരാട്ടം തുടരും. അതാണ് പറഞ്ഞത്. സുഹൃത്തെ, ഞാൻ പറയുന്നത് ഞങ്ങൾ ആരോടൊക്കെയാണ് പോരാടിയത്. നരേന്ദ്രമോദി അവിടെ മത്സരിച്ചത്, വയനാട്ടിൽ മത്സരിച്ചതിൽ 14 ചീഫ് മിനിസ്റ്റർമാരായിരുന്നു പ്രചരണ രംഗത്ത്. 14 ചീഫ് മിനിസ്റ്റർമാർ, കംപ്ലീറ്റ് ഒഫീഷ്യൽ മിഷണറി, ഇന്ത്യയിലെ മൊത്തം ഉദ്യോഗസ്ഥ മിഷണറി വാരാണസിയിലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ അജയ് റായ് എന്ന് പറയുന്ന PCC പ്രസിഡന്റ് നടത്തിയ പോരാട്ടം, ഒന്നുമില്ലായ്മ നടത്തിയ പോരാട്ടം ആർക്ക് അവഗണിക്കാൻ പറ്റും? എനിക്ക് ഇനിയെങ്കിലും ഇത്. പിന്നെ ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോളുകൾ, എന്താണ് എക്സിറ്റ് പോളുകൾ ചെയ്തത്? എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ. അങ്ങനെ പറ്റുമോ? 10-12 എക്സിറ്റ് പോളുകളിലെല്ലാം 401, 375, 380. മോഡിയുടെ മുദ്രാവാക്യം പറയുമ്പോൾ ആ മോഡിയുടെ മുദ്രാവാക്യത്തിനനുസരിച്ച് എക്സിറ്റ് പോളിൽ നമ്പർ കൊടുക്കാൻ തയ്ക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇന്ത്യയിൽ. എന്ത് ജനാധിപത്യമാണ് അവർ ഘോഷിക്കുന്നത്? ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശാവഹമായ നമ്പറുകളുണ്ട്. ഇനിയും പല റിസൾട്ടുകളും വരാനുണ്ട്, അന്തിമമായ റിസൾട്ടുകൾ വരാനുണ്ട്. ആ റിസൾട്ടുകൾ വരുമ്പോൾ വരട്ടെ. സ്വാഭാവികമായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് നമ്മൾ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഇപ്പം പറയാനുള്ളൂ. എന്താണ് തയ്യാറാവാൻ പോകുന്നുള്ള ഒരു കാര്യം ഇപ്പം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും കാത്തിരുന്ന് കാണുക.